വയനാട് കമ്പമലയിലെ തീപിടുത്തമുണ്ടായ കാട് കത്തിച്ചത് ഒളിത്താവളം സുരക്ഷിതമാക്കാനായിരുന്നുവെന്ന് പ്രതിയുടെ മൊഴി. നിരവധി കേസുകളിൽ പ്രതിയായ സുധീഷ് വനമേഖലയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ചോദ്യം ചെയ്യലിലാണ് പ്രതി ഈ കാര്യം സമ്മതിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സമീർ, ഒളിത്താവളമൊരുക്കാൻ ഒരു മല ഒന്നാകെ കത്തിച്ചു, ഇതാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമാണ് അവിടെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ഒരു വീട്ടമ്മയെ കടുവ കൊന്നു തിന്നുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിൽ താൻ ഭീതിയിലായിരുന്നുവെന്നും അതിന്റെ തുടർന്ന് വന്യജീവികളിൽ നിന്ന് സംരക്ഷണം തേടിക്കൊണ്ടാണ് ഒളിവിൽ കഴിഞ്ഞ പ്രദേശത്തേക്ക് വന്യജീവികളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുക എന്നുള്ള അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തനിക്ക് തോന്നിയ ആ ഒരു ബുദ്ധിയാണ് ഈ തീയിടാനിടയാക്കിയ സാഹചര്യം എന്നാണ് ഇപ്പോൾ പ്രതി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 12 ഹെക്ടറോളം ഭൂമിയാണ് കത്തി നശിച്ചിരിക്കുന്നത്. അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാവുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. സംഭവത്തിനൊടുവിലാണ് ഈ പ്രതി പിടിയിലായത്. ഇപ്പോൾ പ്രതിയെ വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്തു. ആ വേളയിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സുധീഷ് പോലീസിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തതുമായിട്ടുള്ള വിവിധ കേസുകളിൽ പ്രതിയാണ്. കൂടെ താമസിച്ചിരുന്ന യുവതിയെ കൊല്ലാൻ ശ്രമിച്ച കേസ്, കഞ്ചാവ് കേസ്, അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ തോക്ക് ചൂണ്ടിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് കേസ്, ഇങ്ങനെ വിവിധ കേസുകളിൽ പ്രതിയാണ് സുധീഷ്. ആ സുധീഷ് പോലീസിൽ നിന്നും വനംവകുപ്പിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടാണ് ഈ വനമേഖലയിൽ താമസിച്ചിരുന്നത്. ആ വേളയിലാണ് അവിടെ വെച്ചുകൊണ്ട് കടുവ ആക്രമണത്തിൽ ഈ വീട്ടമ്മ കൊല്ലപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിരിക്കുന്നത്. പ്രജിൻ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.